ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ. എന്താണ് ഇന്നത്തെ എനർജി, ഗൈഡൻസ്, ബ്ലെസ്സിങ്സ്, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ മറ്റാരുടെയെങ്കിലും കീഴിൽ പ്രവർത്തിച്ചിട്ട് ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഏർണിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവും. നിങ്ങൾ എന്നും ചെയ്യുന്ന ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ഇന്ന് നിങ്ങൾ പണം ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പണം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണോട്, ഒരു ചിലപ്പോൾ മതപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളാകാം, രാഷ്ട്രീയമായിട്ട് മുതിർന്ന ഒരാളായിരിക്കാം, സാമുദായിക നേതാക്കളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും മീറ്റ് ചെയ്യാനോ അവരുമായിട്ടൊരു സമ്പർക്കത്തിൽ വരാനോ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അസുഖബാധിതരായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റാരെങ്കിലുമായിട്ട് ചർച്ച ചെയ്ത് ഒരു ഡിസ്കഷൻ നടത്തി ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂലൊക്കെ ഉള്ള ആളുകളാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റൊരാളുടെ മധ്യസ്ഥ ചർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾ ഒറ്റപ്പെട്ട് പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ചിലപ്പോൾ ഒരു ഗ്യാതറിങ്ങിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങളൊറ്റ, ബാക്കിയുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളാണെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളോട് എതിർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ നെഗറ്റീവ് തോട്ട്സാണ്. എന്നാലും എനിക്കിത് വന്നല്ലോ, ഞാൻ എന്തിനാണ് ഇത് സഫർ ചെയ്യുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യും എന്നൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും ഒറ്റപ്പെട്ട് നിന്ന് പൊരുതുന്നതായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ കുറേ നെഗറ്റീവ് ചിന്തകളിലാണ് നിങ്ങളുള്ളതെന്നാണ് കാണുന്നത്. ദെൻ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ചിലപ്പോൾ OT ഒക്കെ നിങ്ങൾ ഓവർ ടൈം ചെയ്യുന്നുണ്ടാവും, കൂടുതൽ പണം ഏൺ ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പണം ഏൺ ചെയ്ത് പണം സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഏണിങ്ങിനുള്ളൊരു ഒരു 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 മേഖല നിങ്ങളിന്ന് കണ്ടെത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പുതിയതായിട്ടൊരു പണത്തിനുള്ളൊരു സോഴ്സ് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും, അത് നേടുന്നുണ്ട്. ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെയും ഒരു അപ്രന്റീസ്ഷിപ്പിലൂടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു സ്കിൽ ആർജിക്കുന്നു, അതിൽ നിന്ന് പണം ഏൺ ചെയ്യുന്നു എന്നാണ്. ഇത് രണ്ടും സെയിം ഇത് തന്നെയാണ് പറയുന്നത്, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക, അതിൽ മാസ്റ്ററി നേടുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിൽ നിന്ന് ഏൺ ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. ദെൻ നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നാണ്. വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ ജോലികൾ ചെയ്യുന്നു, വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് തന്നെയായാലും അതിനെ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ അതായത് ഫ്യൂച്ചറിൽ റിസൾട്ട് വേണം എന്നാഗ്രഹിച്ച് നിങ്ങൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടാണ് നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് ചാരിയറ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ യാത്രകൾ വരുന്നുണ്ട്, യാത്രകളുടെ കാർഡുകൾ വരുന്നുണ്ട്, യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ ചാരിയറ്റ് എനർജി പറയുന്നത് നിങ്ങളെ കാണാൻ ആരോ വരുന്നു എന്നാണ്. നിങ്ങൾ വരില്ല എന്ന് പ്രതീക്ഷിച്ച ആരോ നിങ്ങളെ കാണാനായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ഇന്ന് നടക്കുമെന്ന് കാണുന്നുണ്ട്.
നിങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പൈ പോയെന്ന് വിചാരിച്ചാൽ നിശ്ചലമായി കിടന്ന എന്തോ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വീണ്ടും അതിനൊരു ജീവൻ വെച്ചിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു യാത്രയോടത്ത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രതീക്ഷയെ അസ്തമിച്ചു പോയ ഒരിടത്ത് വീണ്ടും പ്രതീക്ഷിക്കാനൊരു വക കാണുന്നുണ്ടെന്നാണ് ചാരിയറ്റ് എനർജി പറയുന്നത്. ദെൻ 4 ഓഫ് സ്വാർഡ്സ് ആണ് ഇത്. ഒരു റെസ്റ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളിന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ സിക്കായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പനി, ചുമ, ജലദോഷം, കൈക്ക് വേദന, കാലുവേദന, നടുവേദന, അങ്ങനെയുള്ള എന്തെങ്കിലും പെയിൻ കൊണ്ടായിരിക്കാം, പനി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടായിരിക്കാം, സർജറി പറ്റിയിട്ടായിരിക്കാം, ആക്സിഡൻറ്റ് പറ്റിയിട്ടായിരിക്കാം. നിങ്ങളിന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ, അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ചില ആളുകളെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് പെയിൻ മൂലം അല്ലെങ്കിൽ അസുഖം മൂലം റെസ്റ്റ് എടുക്കുന്ന എനർജി ഉണ്ട്. അതല്ല, നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോട് ഇന്ന് റെസ്റ്റ് എടുക്കണം എന്നും യൂണിവേഴ്സ് നിങ്ങളോട് ഗൈഡൻസ് തരുന്നുണ്ട്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം. യാത്രകൾ പോകുന്നവർ സൂക്ഷിക്കണം. പിന്നെ മുറിവ് പറ്റാതിരിക്കാൻ സൂക്ഷിക്കണം. തെന്നി വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. വീഴാതിരിക്കാനൊക്കെ സൂക്ഷിക്കണം. പിന്നെ മരണം കേൾക്കാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. അത് പറയാൻ എനിക്കിഷ്ടമില്ല ശരിക്കും. നെക്സ്റ്റ് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് സോഡ്സ് പറഞ്ഞത് ശരിക്കും നിങ്ങൾ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ ശ്രമം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. അതായത് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചതിയും ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതായത് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നിങ്ങളെ തള്ളി പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളെ കരിവാക്കിക്കൊണ്ട് അവർ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ചതിക്കാനുള്ളൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് മാത്രമല്ല, നിങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളെക്കൊണ്ട് കാര്യങ്ങൾ നടത്തുക, അതിന് ബെനിഫിറ്റ് മറ്റുള്ളവരെടുക്കുക, അങ്ങനൊരു നിങ്ങളെ മുതലാക്കുക എന്നൊരു എനർജി ഇവിടെയുണ്ട്. ഇത് സെയിം എനർജി നിങ്ങൾക്കും ഉണ്ട്. അതായത് നിങ്ങൾക്കും ഇന്ന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ മുതലാക്കുക, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് തൻ്റെ കാര്യം കാണുക, മറ്റുള്ളവരെ കാര്യമാക്കിക്കൊണ്ട് സ്വയം നല്ലതായിട്ട് മേനിന്നിരിക്കുക. അതൊക്കെയാണ് ഈ 5 ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത്. ഇൻസൾട്ടഡ് ആകാൻ സാധ്യതയുണ്ട്, ഹേർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ്, വളരെ കാമായിട്ടിരിക്കാൻ പറ്റുമെന്നാണ്, ബാലൻസിലിരിക്കാൻ പറ്റുമെന്നാണ്, വളരെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമെന്നാണ്, പുതിയ പ്രതീക്ഷകളുണ്ട് എന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ പ്രതീക്ഷ, അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നിടത്തൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസമായിരിക്കും. എന്തെങ്കിലും ഒരു പ്രതീക്ഷ, ചിലപ്പോൾ ലോട്ടറി അടിക്കുക, ചിട്ടി കിട്ടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഇത് വീണ്ടും ഒരു സ്പിരിച്വൽ ലേഡീനെ നിങ്ങൾ കാണുന്നു എന്നാണ്, ഗൈഡൻസ് എടുക്കുന്നു എന്നാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ അമ്മ വിളിച്ച് സംസാരിക്കുന്നതായിരിക്കാം. അമ്മയുമായിട്ട് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും രഹസ്യങ്ങൾ അമ്മ നിങ്ങളോടോ നിങ്ങൾ അമ്മയോടോ പറയുന്നതാവാം. പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് അറിയാൻ പറ്റും. അവരനുഭവിക്കുന്ന പെയിൻ ആയിരിക്കും, ചിലപ്പം അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ സ്മെല്ലായിരിക്കും, അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് സ്മെല്ല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഗട്ട് ഫീലിങ്സ് ഇന്ന് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇൻറ്റ്യൂഷൻ ഞാൻ പറഞ്ഞ പോലെ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതെന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കാം, അല്ലാതെ നിങ്ങൾക്ക് തന്നെ സത്യാവസ്ഥ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിലേക്ക് റിവീൽഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ക്യൂൻ ഓഫ് വാൺസ് ആണ്. നിങ്ങൾ പക്ഷേ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങൾ അതിനെയൊന്നും ഇപ്പോൾ ഒരു ഹൃദയത്തിലേക്ക് എടുക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളൊക്കെ വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ചിന്താഗതികൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, നിങ്ങൾ ഒരുപാട് വളർന്നു പോയിരിക്കുന്നു. നിങ്ങളിപ്പോൾ വേറൊരു മുഖമുള്ള ഒരാളായി, അതായത് വേറൊരു രീതിയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ എനർജി ക്വീനിൻ്റെ എനർജിയിലേക്ക് ഉയർന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ചിന്താഗതികൾ, ആ ചെറിയ ചിന്താഗതികൾ മാറി ഒരുപാട് പുതിയ മാർഗ്ഗങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാവും. നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, പണ്ടത്തെ ആളുകളോടുള്ള സമ്പർക്കം എല്ലാം മാറിയിട്ട് പുതിയ ആളുകളെ നിങ്ങൾ പരിചയപ്പെടുക, അവരുമായിട്ട് സമ്പർക്കപ്പെടുക, നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരിക, ഇതൊക്കെ
സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എത്രത്തോളം മാറിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ പഴയ കൂട്ടുകാർ അവരോട് ഞാൻ പണ്ട് ഭയങ്കര കൂട്ടുകാരെന്നല്ലോ, ഇപ്പോൾ അവരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഇന്ന് ചിന്തിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ബോട്ടം വന്നിട്ട് 3 ഓഫ് കപ്പാണ്. സെലിബ്രേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ഫംഗ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും, കൂട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, പഴയ കൂട്ടുകാരെ കാണാനോ പഴയ കൂട്ടുകാർ അവരോടൊപ്പം ട്രിപ്പ് പോകാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫംഗ്ഷനിൽ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആളുകൾ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ നേരിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതോ അവരുമായിട്ട് അല്ലെങ്കിൽ ഇന്ന ആളാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് നിൽക്കുന്നത് മനസ്സിലാവുന്നതോ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരുതരം ചതി നിങ്ങൾക്ക് പിന്നിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളെ മറ്റുള്ളവർ മുതലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ മോശമാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ ചതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് അധികം ട്രസ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ പല കാർഡ്സ് അതിൽ പറയുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ഉണ്ട്, 5 ഓഫ് സോർഡ് ഉണ്ട്, പിന്നെ 7 ഓഫ് വാണ്ടുണ്ട്, അതുപോലെ 3 ഓഫ് പെൻറ്റക്കിളുണ്ട്. 3 ഓഫ് പെൻറ്റക്കിളൊക്കെ കോൺസ്പിരസി നടത്തുക എന്നാണ്. നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങളെക്കുറിച്ച് ഗൂഢാലോചന പറയുക, ഗോസിപ്പ് പറയുക, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ചതിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നിൽക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളിന്ന് അറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ചതിയെയൊക്കെ തിരിച്ചറിഞ്ഞ് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇനി എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ്, റിമെയിൻ പോസിറ്റീവ് എന്നാണ്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് പറയുന്നത്. ദെൻ ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് മോശം സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ആ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിഞ്ഞു വരും. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഏറ്റവും മോശം സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്, പക്ഷേ അത് എന്തായാലും ഇമ്പ്രൂവ് ആവും, നിങ്ങൾക്ക് ഫേവറബിളായിട്ട് വരും. ഡോണ്ട് വറി എന്നാണ്, നോ നീഡ് ടു വറി. നിങ്ങൾ പേടിക്കേണ്ട, യൂണിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ചാരിയറ്റ് എനർജി പറഞ്ഞപ്പോഴും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഏത് സാഹചര്യത്തിലാണോ സ്റ്റക്കായി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ സ്റ്റക്ക്നെസ്സിൽ നിന്ന് മാറി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ അതിൽ നിന്ന് എപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫ് വേറൊരു തലത്തിലേക്ക് വളരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.